ഹലോ, മെർലിൻ സ്റ്റോറീസിൻ്റെ ഒരു അടിപൊളി കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു ചേച്ചി കഥയായാലോ? ചേച്ചി ഫാൻസ് ഉണ്ടോ ഇവിടെ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുമാത്രമല്ല, കഥ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇവിടെ ലയയുടെ കഥ കേട്ടു തുടങ്ങിയാലോ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചേച്ചിയാണ് ലയ. എന്നേക്കാൾ 8 വയസ്സ് കൂടുതൽ. എന്നെ ഒക്കത്തെടുത്ത് കുളിപ്പിച്ച് ഡ്രസ്സ് ഉടുപ്പിച്ച് ചോറ് വാരുത്തുന്ന അമ്മയേക്കാൾ എല്ലാ കാര്യവും നോക്കി എന്നെ വളർത്തിയത് ചേച്ചിയാ. ചേച്ചിയുടെ ചിരി കാണാൻ തന്നെ എന്താ പറയാ, നമ്മുടെ ടെൻഷനെല്ലാം പമ്പ കിടക്കും. നല്ല ഉയരവും നിറവും ഭംഗിയും ശരീരവടിവും ഒക്കെയുള്ള പെണ്ണായിരുന്നു ചേച്ചി. കോളേജിലെ പഠിപ്പ് കഴിഞ്ഞ് കൂടെ പഠിച്ച അന്യമതസ്ഥനായ റിയാസ് എന്ന ആളുടെ കൂടെ ചേച്ചി ഒളിച്ചോടിപ്പോയി. അന്നാ ബന്ധമെല്ലാം എൻ്റെ അച്ഛനും അമ്മയും ഉപേക്ഷിച്ചതാണ്. അത്രയും നമ്മളെ സ്നേഹിച്ച മകൾ പെട്ടെന്നൊരു ദിവസം നാണക്കേടുണ്ടാക്കി ഇറങ്ങിപ്പോകുമ്പോൾ ചങ്ക് തകരുന്ന വേദനയാണ്. അന്ന് ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വീട്ടുകാരോളം തന്നെ എനിക്കും ഉണ്ടായിരുന്നു ദേഷ്യം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്ന ചേച്ചി ഒന്നുമേ പറയാതെ ഈ അനിയൻ്റെ ഹൃദയവും നുറുക്കിയാണ് പോയത്. എൻ്റെ ചങ്ക് പൊളിയുന്നത് ആരും കണ്ടില്ല. സത്യത്തിൽ ആർക്കും അതിനെപ്പറ്റി ചിന്തിക്കാനുണ്ടായില്ല. അച്ഛനും അമ്മയും പിന്നെയും ബാക്കിയുള്ളവർ ശ്രദ്ധിക്കും, നമ്മളിതൊന്നും കാര്യമാക്കുന്നില്ല എന്ന രീതിയിലായിരുന്നു നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നേ. കാലങ്ങൾ കടന്നുപോയി. എനിക്ക് പഠിപ്പും കഴിഞ്ഞ് ജോലി കിട്ടി, ലോകവിവരം വെച്ചു. എനിക്കിപ്പോൾ ചേച്ചിയുടെയും അളിയൻ്റെയും അവസ്ഥ മനസ്സിലായി. മിശ്രവിവാഹമായതിനാൽ 2 കുടുംബങ്ങളും കൈവിട്ട അവർക്ക് ആകെയുണ്ടായിരുന്ന ബന്ധം ഞാൻ മാത്രമായിരുന്നു. പാവങ്ങൾ, എന്താ പറയാലേ. ലോകവിവരം വെച്ചത് മാത്രമല്ല കേട്ടോ എനിക്ക്, എൻ്റെ ശരീരത്തിനുമുണ്ടിപ്പോൾ പ്രായമായതിൻ്റെ എല്ലാ ചുറുചുറുക്കും. 24 വയസ്സായി എനിക്കിപ്പോൾ. നല്ല ഉശിരൻ, ഉറച്ച ശരീരം, കണ്ടാൽ ആരും നോക്കിപ്പോകുന്ന ആകാര ഭംഗിയുമുണ്ട്. അപ്പൊ പിന്നെ നല്ല സുന്ദരനാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. ചേച്ചിയുടെ കാര്യത്തിൽ ഒരു കുഞ്ഞിക്കാല് കാണുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് പറയാറില്ലേ, ആ ഭാഗ്യവും ആ പാവത്തിന് വിധിച്ചിരുന്നില്ല. എന്നിരുന്നാലും ഏറ്റവും സംതൃപ്തമായ ദാമ്പത്യ ജീവിതം തന്നെയായിരുന്നു ചേച്ചിയുടെയും അളിയൻ്റെയും. കാരണം അളിയൻ പൊന്നുപോലെയാ ചേച്ചിയെ നോക്കിക്കൊണ്ടിരുന്നത്. എൻ്റെ ചേച്ചിയെ പിന്നെ എനിക്കറിയാലോ. പുള്ളിക്കാരിയും ഇത്രയും ത്യാഗം സഹിച്ച് അളിയന് വേണ്ടി നിലകൊള്ളണമെങ്കിൽ അതുപോലെ ആവും അളിയനെ നോക്കിയിട്ടുണ്ടാവുക. പക്ഷേ കൊടുങ്കാറ്റിന് മുമ്പുള്ളൊരു ശാന്തത മാത്രമായിരുന്നു അതൊക്കെ. ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ലോറി വന്നിടിച്ചതാണ് ബൈക്കിൽ. ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും അളിയൻ പോയിരുന്നു. വിവരം പറഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ആകെ ബോധരഹിതയായി എന്തൊക്കെയോ പിച്ചുമ്പയും പറയുന്ന ചേച്ചിയെയാണ് ഞാൻ കാണുന്നത്. കൂടെ ജോലി ചെയ്തിരുന്ന വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ആ സംസ്കാരത്തിന് പോലും പങ്കെടുത്തിരുന്നുള്ളൂ. അച്ഛനും അമ്മയുമൊക്കെ ആ കാര്യം ഞാൻ പറഞ്ഞിട്ട് പോലും കേട്ട ഭാവം നടിക്കുന്നില്ല. എന്ന് മാത്രമല്ല, അവളെപ്പറ്റി ഒന്നും പറയരുതെന്നും നീയും അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കണമെന്നും എനിക്ക് വാണിംഗ് തരികയാണ് ചെയ്തത്. ചേച്ചിയുടെ അന്നത്തെ അവസ്ഥ എൻ്റെ കണ്ണിൽ നിന്ന് മായുന്നുണ്ടായിരുന്നില്ല. അന്നു മുതൽ എനിക്ക് പേടിയായിപ്പോയി ചേച്ചിയെ ഒറ്റയ്ക്ക് വിടാൻ. ചടങ്ങെല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി. ഞാൻ എൻ്റെ കൂടെ വരാൻ കുറേ നിർബന്ധിച്ചു. പക്ഷേ ആ വീട് വിട്ടു വരാൻ ചേച്ചി കൂട്ടാക്കിയില്ല. അളിയൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കിയ വീട്, അത് വിട്ടു വരാൻ പാവം എൻ്റെ ചേച്ചിക്ക് പറ്റില്ലായിരുന്നു. ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചുപോയി. ജോലിയുടെ സൗകര്യത്തിന് വേണ്ടി വീട്ടിലല്ല, ഞാൻ ഒരു അപ്പാർട്ട്മെൻ്റ് എടുത്താണ് താമസിക്കുന്നത്. രാത്രി ഭക്ഷണം കഴിച്ച് കിടക്കാൻ നേരം ചേച്ചിയുടെ കോൾ വന്നു. എടുത്തു നോക്കുമ്പോൾ ആകെ പേടിച്ചിരിക്കണു. വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചേച്ചി പറഞ്ഞു, "അപ്പോ പെട്ടെന്ന് വാ, ആരോ കതകിലും മുട്ടുന്നു." കേട്ടപാടെ ഒന്നും ആലോചിക്കാതെ ബൈക്കെടുത്ത് ഞാൻ ചേച്ചിയുടെ വീട്ടിലെത്തി. ആ ചുറ്റുപാട് അത്ര ശരിയല്ലെന്ന് എനിക്കറിയാമായിരുന്നു. അത് മനസ്സിലായത് കൊണ്ടും കൂടിയാണ്
ചേച്ചിയെ കൂടെ കൂട്ടാൻ ഞാൻ നിർബന്ധിച്ചതും. ഭർത്താവ് മരിച്ച പെണ്ണിൻ്റെ മണം കേട്ടാൽ തന്നെ ഇളകി വരുന്ന മനുഷ്യന്മാരാണ് അവിടെ ചുറ്റിലുമുള്ളത്. ചേച്ചി അവിടെ ഒരിക്കലും സുരക്ഷിതയല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരിക്കലും ചേച്ചിയെ ഒറ്റയ്ക്കാക്കി വരാൻ പാടില്ലായിരുന്നു. ഞാൻ അത്യാവശ്യം ഡ്രസ്സൊക്കെ എടുത്ത് ചേച്ചി എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോന്നു. അപ്പുറത്തെ റൂമിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ ചേച്ചി ഇപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ചിരിക്കാറൊക്കെയുണ്ട് പാവം. അളിയൻ പോയ വിഷമം ചേച്ചിയെ അറിയിക്കാതിരിക്കാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കുമെന്ന് വെച്ചാൽ ചേച്ചിയെ ഇടയ്ക്ക് സിനിമയ്ക്ക് കൊണ്ടുപോകും, ഇടയ്ക്ക് ഡിന്നർ പുറത്തുനിന്ന് കഴിക്കും. പണ്ട് അളിയനുണ്ടായിരുന്നപ്പോൾ ഉള്ളതുപോലെ ഒരു 10 ml കഴിക്കാറുണ്ടായിരുന്നു അവർ. ആ ശീലം ഇപ്പോഴും നിർത്തണ്ടെന്ന് വിചാരിച്ച് ഞാനും എന്നാലാവുന്ന രീതിയിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും. രാവിലെ എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കും, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരും, എൻ്റെ ഡ്രസ്സ് അലക്കിയിടും, ലഞ്ച് പാക്ക് ചെയ്ത് തരും. ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞു വന്നാൽ പഴയ പോലെ സോഫയിലിരുന്ന് സിഗരറ്റും വലിച്ചിരിക്കാൻ സമ്മതിക്കില്ല. കുളിക്കാൻ ഉന്തിത്തള്ളി വിടും. ഒരു അവിവാഹിതൻ്റെ കുത്തഴിഞ്ഞ ജീവിതം ജീവിച്ച എനിക്ക് ലൈഫിൽ ആദ്യമായി പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ്. ചേച്ചി ഇനി എന്നും എൻ്റെ കൂടെ ഉണ്ടാകണമെന്നൊരു തോന്നൽ. അതുമാത്രമല്ല, ചേച്ചിക്ക് ഞാനും അതേപോലെ എപ്പോഴും ഉണ്ടാകണം. കാലം ചേച്ചിയുടെ ജീവിതത്തിലെ വേദനകൾ മെല്ലെ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ എനിക്കും വലിയൊരു പങ്കുണ്ട്. അതിലൊരുപാട് സന്തോഷം. സത്യത്തിൽ ചേച്ചിയെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാമോ? ഒരിക്കലൊരു ഞായറാഴ്ച ചേച്ചി കിച്ചണിൽ തേങ്ങ ചിരവുകയായിരുന്നു. കുളിച്ച് തോർത്തുകൊണ്ട് മുടി കെട്ടിവെച്ചിട്ടുണ്ട് മുകളിൽ. പച്ച ചുരിദാറാണ് വേഷം. ഞാൻ പിറകിൽ ശബ്ദമുണ്ടാക്കാതെ ചെന്ന് നിന്നു. ആ ആകാരവടിവ് കൗമാര കാലഘട്ടത്തിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ശരിക്കും ആസ്വദിക്കുന്നേ. വെളുത്ത കഴുത്തിലെ ആ കറുത്ത പൊട്ടുമറുക്, മുടിയിഴകളിൽ നിന്നും ഒരിറ്റു വെള്ളത്തുള്ളി ഒഴുകി വരുന്നത് കണ്ടപ്പോഴേക്കും ഞാൻ നന്നായൊന്ന് ശ്രദ്ധിച്ചു. ഒരു നിമിഷം എൻ്റെ കൈകൾ ഇങ്ങനെ കാറ്റിൽ പറന്നു. നിയന്ത്രണം പോയി എന്ന് പറയണം. ആ വെള്ളത്തുള്ളി ഇങ്ങനെ വസ്ത്രത്തിൻ്റെ ആ അരികിലേക്ക് പോയി. മെല്ലെ അത് തൊട്ടെടുക്കണമെന്ന് എനിക്ക് തോന്നിപ്പോയിരുന്നു. തൊട്ടെടുക്കാൻ കൈ നീട്ടി. അധികം വൈകാതെ ആ സ്പർശന സുഖം ഞാൻ നുകർന്നു. ഹോ, എന്താടാ, പേടിച്ചു പോയല്ലോ, നീ ഇതെപ്പോ വന്നു? ചേച്ചി ഞെട്ടി തിരിഞ്ഞു പറഞ്ഞു. സ്ഥലകാലബോധം തിരിച്ചു വന്ന ഞാൻ പെട്ടെന്ന് വിഷയം മാറ്റി കേട്ടോ. അപ്പോഴേക്കും ചേച്ചി എന്നെ നോക്കി ചിരിച്ചു. എന്തു പറ്റി? അപ്പോഴേക്കും ഇന്ന് ഹോളിഡേ അല്ലേ ചേച്ചി, ഈ ബിയർ നമുക്ക് മാറ്റിപ്പിടിച്ചാലോ? ഞാൻ ചോദിച്ചു. ആഹാ, എൻ്റെ മുൻ നന്നായോ? അല്ലെങ്കിൽ തന്നെ എനിക്കെന്നും ഇപ്പോൾ ബിയർഡ് തന്നെയാണല്ലോ. നിന്റെ കൂടെ കൂടി ഒരു മുഴുകൊടിയെത്തിയാവും ഞാൻ. ആണ്ടിനും സംക്രാന്തിക്കും മാത്രം ഏട്ടൻ്റെ കൂടെ കുടിച്ചിരുന്ന ഞാനിപ്പോൾ ആഴ്ചയ്ക്ക് അടിയായി. ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ നിനക്ക്. നിർത്താം. ഓ അതല്ല ചേച്ചി, കളർ എടുത്താലോ? ഒന്ന് പോടാ അവിടുന്ന്. നീ എടുത്തോ, എനിക്കൊരു ബിയർ മതി. എങ്കിൽ ശരി, ചേച്ചി ഫ്രിഡ്ജിലുള്ള ചിക്കൻ എടുത്ത് നമ്മുടെ സ്പെഷ്യൽ ഫ്രൈ ഉണ്ടാക്കുക. അപ്പോഴേക്ക് ഞാൻ വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വരാം. ഞാൻ അരമണിക്കൂറിൽ ഒരു മദ്യക്കുപ്പിയും ചിക്കനും സോഡയും ഒക്കെയായി വന്നു. ചിക്കൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, ഇനി അടുത്ത ദിവസത്തേക്ക് കേട്ടോ. അപ്പോഴേക്കും ഇന്നത്തേക്കുള്ള ഫ്രൈ ചേച്ചി റെഡിയാക്കി. കുരുമുളകിട്ട് ചേച്ചി അത് വറുത്തെടുത്തു. ഞങ്ങൾ സോഫയിലിരുന്ന് ടിവിയും കണ്ട് ഓരോന്നടിച്ചു തുടങ്ങി. ചേച്ചിയുടെ ക്ലാസ്സിൽ അവളറിയാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറ്റു സാധനവും ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. അരമണിക്കൂറിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം സെറ്റായി എന്ന് വെച്ചാൽ വിരൽ മുതൽ മുകളിലേക്ക് നന്നായി തരിപ്പ് കയറി. സോഫയിൽ വെച്ചിരുന്ന ചേച്ചിയുടെ നേഹം മുഴുവനും ഞാൻ കണ്ണുകൊണ്ട് നൊഴിഞ്ഞു. എന്ത് രസമാണ്! പാതി ബോധത്തിൽ കുഴഞ്ഞിരിക്കുന്ന അവളുടെ ശരീര സൗന്ദര്യം എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ ഒപ്പിയെടുത്തു. നല്ല ഭംഗിയുണ്ട് ഓരോ ഭാഗവും കാണാൻ. കടഞ്ഞെടുത്ത അരക്കെട്ട്, വലം പിരിച്ചങ്ക് തോൽക്കുന്ന കഴുത്ത്, ശരിക്കും പറഞ്ഞാൽ വിറയാർന്ന ആ ചുണ്ടുകളും കൂടി കണ്ടപ്പോഴേക്കും എൻ്റെ കൺട്രോൾ പോവും എന്ന അവസ്ഥയിലെത്തി. അവളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഞാൻ ചൂളിപ്പോയെന്നു. ഇത്രയും നേരം ഉണ്ടായിരുന്ന എൻ്റെ ഈ എക്സ്റേ സ്കാനിങ് അത്രയും അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു.
നിന്നെ കല്യാണം കഴിപ്പിച്ചയക്കാനായല്ലോടെ ചെറുക്ക. അവളുടെ ആ വാക്ക് കേട്ടപ്പോ ഇരുന്നോടത്ത് നിന്ന് ഭൂമി കുഴിഞ്ഞങ്ങ് പാതാളത്തിലെത്തിയിരുന്നെങ്കിലെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ ജാള്യത കണ്ടിട്ടാവണം അവൾ എന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു. നീ ചമ്മൊന്നും വേണ്ടാട്ടോ, ഇതൊക്കെ തോന്നുന്ന സാധാരണയാ. പ്രത്യേകിച്ചും കഴിച്ചിട്ടിരിക്കുമല്ലേ നമ്മൾ. എൻ്റെ ചമ്മൽ മാറിയിട്ടുണ്ടായിരുന്നില്ല. ചേച്ചി എന്നെ കൂളാക്കാൻ 2 കൈ നീട്ടി പറഞ്ഞു, അതൊക്കെ നീ വിടടാ, വാ, എത്ര നാളെ എന്നെ ഒന്ന് കെട്ടിപ്പുണർന്നിട്ട്. ഞാൻ മടിച്ചിരിക്കുന്നത് കണ്ടപ്പോ അവൾ തന്നെ എൻ്റെ നേരെ വന്നു. എന്നെ വലിച്ച് അവളുടെ ദേഹത്തേക്ക് ഇട്ടു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു സുഖമായിരുന്നു ആ നിമിഷം ഉണ്ടായിരുന്നത്. ഞാനങ്ങനെ മുഖമമർത്തി അവളെ ചുറ്റിപ്പിണഞ്ഞു. കാലുകൾ കൊണ്ട് വട്ടത്തിൽ ഇങ്ങനെ ലോക്ക് ചെയ്തു. എൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു, എടാ, ഞാൻ സീരിയസ് ആയി ചോദിച്ചതാ അപ്പു, നിനക്ക് കെട്ടണ്ടേ? ഞാൻ പോയാ ചേച്ചിക്കാരാ? ഓ, എന്നെ ഓർത്ത് നീ നിന്റെ നല്ല പ്രായം കളയാൻ പോവുകയാണോ? എനിക്കത് കേട്ട് ശുണ്ടിയെടുത്തു. ചേച്ചി എന്നെ പറഞ്ഞുവിടാൻ ഇത്ര ധൃതി കാണിക്കുന്നത് എന്തിനാ? ഞാൻ കല്യാണം കഴിക്കുന്നില്ല, ചേച്ചിയും കഴിക്കണ്ട. ചേച്ചിയുടെ മനസ്സ് നിറഞ്ഞ മറുപടിയായിരുന്നു അത്. അത്രയ്ക്ക് ഇഷ്ടമാണോ നിനക്കെന്നോട്? അത് കേട്ട മാത്രയിൽ എനിക്ക് മറുപടി പറയാനില്ലായിരുന്നു. പകരം അവളുടെ ആ ചുണ്ടുകൾ വലിച്ചു. എതിർപ്പൊന്നും കാണിക്കാതെ അവൾ എനിക്ക് വഴങ്ങി. ശരിക്കും പറഞ്ഞാൽ ആ നീണ്ടു നിന്ന ചുംബനത്തിന് ശേഷം അവൾ എന്നെ തള്ളിമാറ്റി. അരുത്, ഈ തെറ്റ് നമ്മൾ ചെയ്തുകൂടാ. അപ്പോഴേക്കും അവളുടെ മുഖം വിങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ചിരിച്ചു. ഇതെങ്ങനെയാ തെറ്റാവുന്നേ? ചേച്ചിക്ക് എന്നെ ഇഷ്ടല്ലേ? അവൾ മുഖം കുനിച്ചു. പറയൂ, ഞാൻ നിർബന്ധിച്ചു. ഇഷ്ടാണ്. ഈ ലോകത്തിന് മറ്റാരെക്കാളും മറ്റെന്തിനേക്കാളും ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ അപ്പുവിനെയാ. ഞാനത് കേട്ട് മനസ്സ് തുറന്ന് ചിരിച്ചിരുന്നു. അതെ, ഞാൻ ആഗ്രഹിച്ച എൻ്റെ ചേച്ചിയുടെ മനസ്സും ഇപ്പോൾ ഞാൻ സ്വന്തമാക്കി. എങ്കിൽ ചേച്ചി ഇതുകൂടെ കേട്ടോളൂ. മറ്റാരെക്കാളും, ജനിപ്പിച്ച അച്ഛനെയോ അമ്മയേക്കാൾ ഞാനിപ്പോൾ സ്നേഹിക്കുന്നത് എൻ്റെ ചേച്ചീനെയാ. ചേച്ചി എന്ന് വെച്ചാൽ എനിക്ക് ജീവനാ. പ്രകൃതി അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നവർക്ക് ഒന്നിക്കുന്നതിൽ യാതൊരു തെറ്റും പറയുന്നില്ല. അപ്പൊ പിന്നെ നമുക്ക് ഒരു തെറ്റും ഉണ്ടാവാൻ പോകുന്നില്ല. ചേച്ചി എൻ്റെ ഈ വർത്താനമൊക്കെ കേട്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാ. നീ എന്തൊക്കെയാ പറയുന്നേ എന്ന മട്ടിൽ. എനിക്ക് ശരിക്കും അതിൽ കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു. കാരണം എൻ്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും വിങ്ങിപ്പൊട്ടിരിക്കുകയാ. എൻ്റെ പൗരുഷം അങ്ങുയർന്നൊരു കൊടിമരമായി. ചേച്ചിയെ പൂർണ്ണമായി കെട്ടിപ്പുണരാൻ കൊതിയായി. ഞാൻ അമർത്തിയൊന്ന് കെട്ടിപ്പുണർന്നു. അവളും ഇപ്പോൾ എനിക്ക് വേണ്ടി എല്ലാം വഴങ്ങിത്തരുന്ന അവസ്ഥയിൽ. ഞാൻ ആഞ്ഞാഞ്ഞ് ചുംബിച്ചു. തിരിച്ചു ചേച്ചിയും. അടുത്ത നിമിഷം അവളുടെ വസ്ത്രങ്ങളൊക്കെ കാറ്റിൽ പറന്നു. ആ വടിവത്ത ശരീരം എൻ്റെ കൺമുമ്പിൽ ഇപ്പോഴാണ് വെളിവാവുന്നത്. ഇതിനു മുന്നേ ഒരു തരിമ്പ് പോലും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. വസ്ത്രത്തിന് പുറമെ അല്ലാതെ. ഇപ്പോ ഇതാ ചേച്ചി അവളുടെ സമ്മതത്തോടു കൂടി എന്നെ ഓരോ ഭാഗങ്ങളും കാണിച്ചു തരുന്നു. ഞാൻ ആർത്തിയോടെ അതൊക്കെ നുകർന്നെടുത്തു. ചിലപ്പോൾ ആ ചെറിയ പെഗ്ഗിന്റെ ഒരു ഫീൽ കൊണ്ടാവും ചേച്ചി എന്നേക്കാൾ നന്നായി സുഖിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിരുന്നു. അളിയൻ മരിച്ചതിന് ശേഷം 1 വർഷത്തോളമായി ഇപ്പോ. പാവം, ഇത്രയും കാലം എന്തായാലും ലവ് മാരേജ് ആയിരുന്നില്ലേ? ഈ ഒരു കാര്യത്തിന് യാതൊരു മുട്ടുമുണ്ടായിരുന്നിരിക്കില്ല. എങ്കിലും അളിയൻ പോയതിനു ശേഷം ഇതൊക്കെ മനസ്സിൽ അടുക്കി പിടിച്ച് ജീവിച്ചിരുന്നില്ലേ? ഇപ്പോഴാണ് ചേച്ചി വീണ്ടും ഒരു പെണ്ണിന്റെ സുഖസൗകര്യങ്ങൾ അറിയാൻ ഒരു താല്പര്യമൊക്കെ പ്രകടിപ്പിക്കുന്നത്. എനിക്ക് ആദ്യം വല്ലാത്ത സഹതാപമായിരുന്നെങ്കിലും ചേച്ചിയുടെ അങ്കലാവണ്യം കണ്ടു തുടങ്ങുമ്പോഴേക്കും അതൊക്കെ മാറി. ശരിക്കും പറഞ്ഞാൽ ചേച്ചിയോട് വെറും വികാരം മാത്രമായി പോയി. എനിക്ക് ആ നിമിഷങ്ങളിൽ അവളെ ആഞ്ഞാഞ്ഞ് പുണർന്നു. അല്പ നിമിഷങ്ങൾക്കകം ഞങ്ങളുടെ ശരീരം ഒന്നായി. ആകെ വിയർത്തിരുന്ന ചേച്ചിയെ ആ വിയർപ്പ് മുഴുവൻ നുകർന്നെടുക്കാൻ ഞാൻ കൊതി കാണിച്ചപ്പോഴേക്കും ചേച്ചി കൂടുകൂടെ ചിരിച്ചു. എന്താ എൻ്റെ അപ്പുമോൻ കാണിക്കുന്നേ? നാണമില്ലേടാ നിനക്ക്? നിനക്ക് ചമ്മലൊന്നുമില്ലേ? ഇല്ല, ചേച്ചിയാണ് എൻ്റെ എല്ലാം. ചേച്ചിയുടെ ശരീരം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്. ചേച്ചിയുടെ മനസ്സെന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങനെ തന്നെ. മൊത്തത്തിൽ പറഞ്ഞാൽ എൻ്റെ ഈ ചേച്ചിയെപ്പോലെ ഈ ഭൂമിയിൽ ഞാൻ വേറെ ആരെയും ഇഷ്ടപ്പെടുന്നില്ല. അടുത്ത നിമിഷം
ചേച്ചിയിലേക്ക് ഞാൻ ആഴ്ന്നിറങ്ങിയിരുന്നു. ചേച്ചി പൂർണ്ണമായി എനിക്ക് വേണ്ടി നിന്ന് തന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ആഞ്ഞാഞ്ഞ് സ്നേഹം പങ്കുവെച്ചു. അവസാനം ഒരു 15 മിനിറ്റിന്റെ അംഗത്തിന് ശേഷം ചേച്ചിയിലേക്ക് ഞാൻ പടർന്നു വീണു. വല്ലാതെ കിതച്ചുകൊണ്ട് ആ സ്ഫോടനത്തിനൊടുവിൽ എൻ്റെ ചേച്ചി വല്ലാതെ കിതച്ചു. ഞങ്ങൾ രണ്ടുപേരും വീണ്ടും വീണ്ടും ആഞ്ഞാഞ്ഞ് കെട്ടിപ്പുണർന്നു. ചേച്ചി മനസ്സ് നിറഞ്ഞു ചിരിച്ചു. നീ ആളെ കൊള്ളാലാടോപ്പു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിനൊപ്പം ശരീരവും ഒന്ന് വികാരം കൊണ്ട് ഭൂത തളർക്കാൻ ഇടയാക്കിയത് നീ മാത്രാണ്. ഞാൻ നന്നായി സന്തോഷിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചേച്ചിയുടെ പറച്ചില് എനിക്ക് വീണ്ടും വീണ്ടും വികാരം കൂട്ടിയിരുന്നു. എന്നാൽ രണ്ടാമത്തെ ഒരു റൗണ്ടിന് ചേച്ചി തീരെ പ്രിപ്പയർഡ് അല്ല. കിടന്ന് ഉറങ്ങിച്ചേക്ക. അപ്പോഴേക്കും ഞാൻ ചേച്ചിയെ കൊതിയോടെ നോക്കി. ഒരു കുഞ്ഞിനെ എന്ന പോലെ താലോലിച്ച് എന്നെ എടുത്ത് ഞങ്ങൾ രണ്ടാളും ഒന്ന് കെട്ടിപ്പുണർന്നു. പിന്നീട് ബീറോ മദ്യമോ പറയുമ്പോൾ ചേച്ചിക്ക് പേടിയാവും. വേറൊന്നുമല്ല, ബോധം പോകുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ മദ്യത്തിന്റെ പുറത്തല്ലാതെ തന്നെ ഞങ്ങൾ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടി. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇഷ്ടം തന്നെയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. എൻ്റെ സുന്ദരി ചേച്ചി, ചേച്ചിക്ക് വേണ്ടി മാത്രമാണ് ഇനി എൻ്റെ ജീവിതം. ചേച്ചിക്കും അങ്ങനെ തന്നെ ഒന്നിനും ഒരു കുറവുമില്ലാതെ ചേച്ചിയെ പോറ്റാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ദിവസം മറ്റൊരു സൂപ്പർ കഥയുമായി നിങ്ങളുടെ സ്വന്തം മെർലിൻ വീണ്ടും വരും. ബൈ ബൈ ഡിയേഴ്സ്.